വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. 24 ഇംപാക്ട്. തിരുവനന്തപുരം പേരൂർക്കട ESI ആശുപത്രിയിലെ ഡോക്ടേഴ്സ് തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ശസ്ത്രക്രിയകൾ മുടങ്ങിയ സംഭവത്തിൽ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. റിപ്പോർട്ട് ലഭിച്ചാലുടൻ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ശരിയാണ്, അവിടെ ആശുപത്രിയിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഞാൻ പരിശോധിക്കാൻ വേണ്ടി ലേബർ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് തൊഴിലാളികൾ വന്നിട്ട് പോകുന്ന ആശുപത്രിയാണ് പേരൂർക്കട അടക്കമുള്ള ആശുപത്രി എന്ന് പറയുന്നത്. ഒന്ന് നമുക്ക് സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഫണ്ട് തരേണ്ടത്, അവർ തരുന്നില്ല. എന്തായാലും അതൊന്നും ഒരു കാരണമല്ല ഈ ജീവനക്കാർ തമ്മിലുള്ള തർക്കത്തിന്. ജീവനക്കാർ തമ്മിലുള്ള തർക്കം എന്തായാലും സെക്രട്ടറി റിപ്പോർട്ട് കിട്ടിയാൽ ആവശ്യമായ നടപടി സ്വീകരിക്കും. ഇന്നലെ ഓപ്പറേഷൻ തിയേറ്ററിൽ തർക്കത്തെ തുടർന്ന് 5 ശസ്ത്രക്രിയകൾ മുടങ്ങിയിരുന്നു. റിനു ശ്രീധറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. റിനു, ഈ വിഷയം പരിശോധിച്ച് നടപടി ഉണ്ടാകും. സാധാരണ ജീവനക്കാരല്ല, ഇവർ ഡോക്ടേഴ്സാണ്. സാധാരണക്കാരായ അധികം സാമ്പത്തികമായിട്ട് ഭദ്രത ഇല്ലാത്ത ആളുകൾ വരുന്ന ആശുപത്രി കൂടിയാണിത്. അപ്പോൾ അനസ്തറ്റിസ്റ്റും അല്ലെങ്കിൽ സർജറി വിഭാഗത്തിലുള്ള ഡോക്ടേഴ്സും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നു. അതുകൊണ്ട് ശസ്ത്രക്രിയ തന്നെ മുടങ്ങുന്നു. ഗുരുതരമായ പ്രശ്നമാണത്, അല്ലേ? തീർച്ചയായും ഇന്നലെ പേരൂർക്കട ESI ആശുപത്രിയിൽ അനസ്തേഷ്യന്മാരായിട്ടുള്ള 2 ഡോക്ടർമാരും അതുപോലെ തന്നെ സർജൻ ഡോക്ടറും തമ്മിലാണ് തർക്കം ഉണ്ടായത്. ഒരു അനസ്തേഷ്യ അസിസ്റ്റന്റിനെ അവിടെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് സർജറിക്ക് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഈ തർക്കത്തിലേക്ക് കലാശിച്ചത്. തുടർന്ന് 5ഓളം സർജറി മുടങ്ങുന്ന ഒരു സാഹചര്യം. സർജറി ടേബിളിൽ രോഗിയെ കിടത്തി മാർക്ക് ചെയ്തതിന് ശേഷമാണ് അതിന് ചുറ്റും നിന്ന ഇവർ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 24 ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. മന്ത്രി വി ശിവൻകുട്ടി അതിൽ ഇടപെട്ടിരിക്കുന്നു. ലേബർ സെക്രട്ടറിയോട് ഇത് അന്വേഷിച്ച ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഉടൻ ഇതിലൊരു നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. അതേസമയം ആശുപത്രി സൂപ്രണ്ടിന്റെ ചുമതലയുള്ള RMO ESI ഡയറക്ടർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ ഡോക്ടർമാർക്കെതിരെ നടപടി ശുപാർശ ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. അടിയന്തരമായി ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ്. കാരണം ഈ ഡോക്ടർമാർ തമ്മിലുള്ള ഈഗോ പ്രശ്നം കുറച്ച് നാളായി ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പോലും ലഭിച്ച വിവരം. നാളെയും അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസവും അത്തരം നടപടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ ഡോക്ടർമാരുടെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടാകും, അത് രോഗികളെ വലയ്ക്കുമെന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തു. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.